അപ്പോൾ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് പഴുത്ത പഴമാണ് കേട്ടോ, അധികം പഴുക്കാത്ത പഴമൊന്നും എടുക്കരുത്, അല്പം പഴുത്ത പഴം എടുക്കുക. ഇനി ഞാനിവിടെ ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉന്നക്കായ്ക്കൊക്കെ എടുക്കുന്ന പോലത്തെ പഴം ആ ഒരു പഴം എടുക്കരുത്, കുറച്ചുകൂടെ പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് 2 3 ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം ബാക്കിയുള്ള ചേരുവകൾ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1/4 കപ്പോ 1/2 കപ്പോ ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർക്കാം, ബദാമോ കാഷ്നട്ടോ എന്തെങ്കിലും ചേർക്കാം. ഈന്തപ്പഴം വേണമെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ജഗറി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, ശർക്കര പൊടിച്ചത്. ഇനി ശർക്കര പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒരല്പം ചേർക്കാവുന്നതാണ്. ഇനി ഈ പഴം അല്പം ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം മൊത്തത്തിൽ അങ്ങ് ഉടച്ചു കൊടുക്കണമെന്നില്ല, കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഉടച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. അല്പം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടുകയും ചെയ്യും. ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മതി കേട്ടോ, കാരണം നമ്മളതിൽ അല്പം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്പം ഉപ്പ് മതി, ഒരു നുള്ളു ഉപ്പ് മതി. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അത് ചെറുതായിട്ടൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിക്കുക കേട്ടോ, ഒരുപാടങ്ങ് ലൂസാകാൻ പാടില്ല, എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല. നമ്മളിത് മുക്കിയെടുക്കുമ്പോൾ അതിൽ ബാറ്റർ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. ആ ഒരു രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരല്പം പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പല ഷേപ്പിലെടുക്കാം. ഉന്നക്കായുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതുപോലെ ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ബോൾസായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം മാത്രമേ ബാറ്ററിൽ മുക്കിയത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുള്ളൂ. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതൊന്ന് നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതേപോലെയുള്ള ഒരു കൺസിസ്റ്റൻസി വേണമെങ്കിൽ നന്നായിട്ട് അതിൽ കോട്ടായിട്ട് ഇരിക്കുള്ളൂ. ആദ്യം ഒരെണ്ണം തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത് അതിനുശേഷം മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം ഞാനിത് ഒന്നും കൂടി ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. അധികം എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്കേ അല്ല, പ്രത്യേകിച്ചും ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മളിതിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല ഇതിൽ. അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക്